കേരളത്തിന്റെ അങ്ങറ്റം മുതൽ ഇങ്ങറ്റം വരെ, കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ ഇന്ന് നിങ്ങൾക്ക് കാണാനാകും ദേശീയപാതയുടെ സ്ഥലമേറ്റെടുപ്പ് പൂർത്തിയായി. ഒരൊറ്റ കേസില്ല, ഒരു തർക്കമില്ല. ഈ സ്ഥലത്തുടനീളം ഒരു 10 വർഷം മുമ്പ് നിങ്ങൾ പോയിരുന്നുവെങ്കിൽ ഉയർന്നു നിന്നിരുന്നത് സമരത്തിന്റെ ബാനറുകളും കൊടികളും സമര പന്തലുകളുമായിരുന്നു. ദേശീയപാതയുടെ സ്ഥലമേറ്റെടുക്കുന്നതിന് കേരളത്തിലുടനീളം സമരമായിരുന്നു. ഏതെങ്കിലും ഒരു സമരക്കാരനെ കോടതിയിൽ കയറ്റിയോ, ഏതെങ്കിലും ഒരു സമരക്കാരനെ ഞങ്ങൾ കേസിൽ പെടുത്തിയോ, ഏതെങ്കിലും ഒരു സമരപ്പന്തൽ ഞങ്ങൾ പോലീസ് ഉപയോഗിച്ച് ഇടിച്ചു നിരത്തിയോ, ഞങ്ങൾ എവിടെയെങ്കിലും അമിതാധികാരം പ്രയോഗിച്ചോ? പക്ഷെ പ്രശ്നം പരിഹരിച്ചില്ലേ? ഒരു കേസ് നിലവിലില്ല. ഒരു തുണ്ട് ഭൂമി ഏറ്റെടുക്കാൻ ഇനി ബാക്കിയില്ല. ആർക്കും തർക്കമില്ല. ജനങ്ങളെ വിശ്വാസത്തിലെടുത്ത് അവർക്കാവശ്യമായ അവരുടെ പുനരധിവാസ പ്രവർത്തനങ്ങൾക്ക് മതിയാവോളം പണം കൊടുത്ത് ജനത്തെ വിശ്വാസത്തിലെടുത്ത് നടത്തിയ ഭരണതന്ത്രത്തിന്റെ പേരാണ്, മറുപേരാണ് സഖാവ് പിണറായി വിജയന്റെ ഭരണ നേട്ടം. ജനസാന്ദ്രത കൂടിയ കേരളത്തിൽ വികസനത്തിന് സ്ഥലമേറ്റെടുക്കൽ എല്ലാ കാലവും ഒരു പ്രശ്നമായിരുന്നു. ഇന്നതൊരു പ്രശ്നമല്ലാതായി മാറി. സ്ഥലമേറ്റെടുക്കേണ്ടി വന്നാൽ അവിടെ സന്തോഷാത്മകമാകുമായിരുന്നു. ഇപ്പോഴതല്ല അവസ്ഥ, മാറി. ഇതാണ് ഭരണ മികവ്. ഞങ്ങൾ ജനകീയ സമരങ്ങളെ അങ്ങനെ ഇടപെടാറില്ല. ഇപ്പോ പോലീസ് ജലപീരങ്കി കളിച്ചു പോലും, ജലപീരങ്കി ഇങ്ങനെ വീണിട്ട് വെള്ളം നനഞ്ഞിട്ട് കുടുവാവർക്ക് പനി കൊണ്ടുപോലും, പനി മൂക്കൊലിക്ക് കൊണ്ടുപോലും. അങ്ങനെ കുടുവാവർക്ക് മൂക്കൊലിക്ക് വന്നതുകൊണ്ട് മലയാള മനോരമയ്ക്ക് വേദനിച്ചു പോകുന്നു. തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ ഡിസംബർ മാസം 20-ന് എന്തായിരുന്നു കാട്ടിക്കൊണ്ടിരുന്നത്? ലക്ഷണമൊത്ത തെരുവാക്രമണമായിരുന്നു. എല്ലാ ചാനലുകളും എടുത്ത്, ആ നിമിഷങ്ങളിലെ ചാനൽ റിപ്പോർട്ടുകൾ എടുത്ത് എല്ലാ ചാനലുകളും പറഞ്ഞു, മനോരമ ഉൾപ്പെടെ. എന്താ പറഞ്ഞത്? പോലീസ് പ്രതിരോധിച്ചു പുറകോട്ട് നിൽക്കുന്നു. പോലീസിനു നേരെ ആണി തറച്ച പട്ടിക, ആണി എടുത്തു വെച്ചിട്ടുള്ള പട്ടിക. പോലീസിനു നേരെ കരിങ്കല്ലുകൾ, പോലീസിനു നേരെ മറ്റായുധങ്ങൾ, വഴി എല്ലാം പോലീസിനെ ആക്രമിക്കാൻ, എറിയാൻ, അടിക്കാൻ. പോലീസ് ഒരാളെ അടിച്ചില്ല. ഇപ്പോൾ ആലോചിച്ചു. ഇതേ ദിവസം ഡൽഹിയിൽ മാധ്യമപ്രവർത്തകരെ കാണുമ്പോൾ എന്നോട് ചോദിച്ചു, അല്ല ഇന്നലെ നടന്ന പോലീസ് നടപടി. അപ്പോൾ ഞാൻ അവരോട് പറഞ്ഞൊരു കാര്യമില്ല. ഇന്നത്തെ മനോരമ പത്രം നോക്കൂ, അകത്ത പേജിൽ അടിക്കാൻ പോലും ചോര പൊട്ടിയൊലിക്കുന്ന, ചോരയൊലിക്കുന്ന ഒരു യൂത്ത് കോൺഗ്രസുകാരന്റെ, യൂത്ത് കോൺഗ്രസുകാരിയുടെ ചിത്രമില്ല. ഒരു ചിത്രമില്ല. പോലീസ് അടിച്ചതേയില്ല. 3 മണിക്കൂറായിരുന്നു. പോലീസ് പിടിച്ച് സ്ട്രൈക്കർ വാനിനുള്ളിൽ കെട്ടിയ പ്രതിയെ സ്ട്രൈക്കർ വാനിനുള്ളിൽ നിന്ന് മോചിപ്പിച്ചു. പിങ്ക് പോലീസ്, വനിതാ പോലീസാണ്. ആ വനിതാ പോലീസുകാർ സഞ്ചരിച്ചു കൊണ്ടിരുന്ന പിങ്ക് പോലീസ് തല്ലിപ്പൊട്ടിച്ചു. അതിനകത്ത് 2 പ്രതികളുണ്ടായിരുന്നു. ആ പ്രതികളെ മോചിപ്പിച്ചു. പൂജപ്പുര CI കൈയൊടിച്ചു പൊട്ടിച്ചു. നിരവധി പോലീസുകാർക്ക് ക്രൂരമാംവിധം പരിക്കേറ്റു. കേരള പോലീസ് ചെയ്തു. അന്നവിടെ അറസ്റ്റ് ചെയ്യാവുന്ന ആളുകളൊക്കെ അറസ്റ്റ് ചെയ്തു. ഒരാളെ തല്ലിയില്ല. പോലീസ് അത് അതീവ ഗൗരവ സ്വഭാവമുള്ള പ്രശ്നമായി കണ്ടു. ഡിസംബർ മാസം 20-ന് അങ്ങനെ ഒരു സംഭവം നടക്കുന്നു. ഡിസംബർ മാസം 21-ന് കേസുവിന്റെ മാർച്ച് നടക്കുന്നു. കേസുവിന്റെ മാർച്ച് വേറെയായിരുന്നു. മുട്ടക്കകത്ത് മുളകുകൊണ്ട്. ഇപ്പൊ ആലോചിച്ചു, മുട്ടക്കകത്ത് മുളകുകൊണ്ട് കേൾക്കുന്നതിൽ എത്ര സമയമെടുക്കും? ആ സമയം കൊണ്ട് വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിച്ചാൽ കേസുവിൽ എത്ര ആളുകളുണ്ട്? മുട്ടക്കകത്ത് മുളകുകൊണ്ട് ഇറക്കിയ വ്യാജ കാർഡുണ്ടാക്കുക, ഇതൊക്കെ വലിയ പാഠമാണ്. എളുപ്പമുള്ള പണിയല്ലല്ലോ. ഈ എടുക്കുന്ന പാഠക സമയത്ത് നാട്ടിലിറങ്ങി 10 പൊതിച്ചോറ് കളക്ടേഡ് വിശക്കുന്നവർക്ക് കൊടുത്താൽ അവരുടെ വിശപ്പ് മാറും, അവരുടെ സംഘടനയ്ക്ക് ഒരു അംഗീകാരം കിട്ടും. ഇപ്പൊ മുളകുപൊടി ഇറങ്ങിയ ഗോൾ കൊണ്ടുവന്ന് പോലീസ് അറിയ പോലീസ് ചൂടിലെ പറ്റി കാണിച്ചു, 2 വെള്ളം അടിച്ചു കൊടുക്കും. പങ്കെല്ലാം വന്നുപിടിക്കും. മാറില്ല. തൊട്ടു പിന്നാലെ 23
മാർച്ച്, DCP ഓഫീസിലേക്ക് മാർച്ച് എടുത്തിട്ടോ അതിനുപോലെ തന്നെയാണ്. സുധാകരൻ പ്രസംഗിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പേരിൽ സതീശൻ ഉൾപ്പെടെയുള്ളവരുള്ളപ്പോൾ കോൺഗ്രസുകാർ പോലീസ് മുതൽ കല്ലുകട്ടെ വിളിച്ചു. പോലീസ് ജലപീഠം കഴിച്ചു, ജലപീഠം കഴിച്ചു. ഒരു കണ്ണു പോകുന്ന ശൈലി എടുത്തിട്ടുണ്ട്. കെ സുധാകരൻ പാവം വിദ്യാശക്തിയൊന്നുമില്ലല്ലോ, സ്വാഭാവികമായും ക്ഷീണിതനായി അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് മാറ്റി. രംഗം അവിടെയുണ്ടായിരുന്ന മുതിർന്ന നേതാക്കളെ ആശുപത്രിയിലേക്ക് മാറ്റി. പ്രശ്നമില്ല. പോലീസ് ശരിയായ സമീപനമാണ്. ഞാൻ വിനയപൂർവ്വം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നു. ഇക്കഴിഞ്ഞ 1, 2, 3 തീയതികൾ 28, 29 പോലീസ് നടപടികൾ ആരംഭിക്കുന്നുണ്ട്. 1, 2, 3 തീയതികളിൽ അറസ്റ്റ് അങ്ങോട്ട് നടക്കാം. വീട്ടിൽ കയറി പലരെയും അറസ്റ്റ് ചെയ്യാം. ചിലര് അറസ്റ്റ് ഭയന്ന് മറ്റുള്ളവരിലേക്ക് മാറിപ്പോയി, അവിടെ പോയി പോലീസ് പിടിക്കാം. 2ഉം 3ഉമായി തന്റെ കൂടെയുള്ള എല്ലാവരെയും പോലീസ് പിടിച്ച് അടുത്ത് എന്നെ പിടിക്കുമെന്നായപ്പോൾ ആ മഹാനുഭാവൻ എന്ത് ചെയ്തു? 3-ാം തീയതി രാവിലെ നിലവിളി ശബ്ദമുള്ള വാഹനം വിളിച്ച് നേരെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് പോയി. എന്തൊക്കെയായിരുന്നു തള്ളി കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കുറച്ചു കാലം മുമ്പ് പറഞ്ഞത്? എനിക്ക് പനിവരില്ല, എനിക്ക് തലവേദന വരില്ല, എനിക്ക് ജലദോഷം വരില്ല. പോലീസ് അറസ്റ്റ് എന്ന് കേട്ടപ്പോൾ തന്നെ, തന്നിലേക്ക് അറസ്റ്റെത്തുമെന്നായപ്പോൾ തന്നെ തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ 3-ാം തീയതി നേരെ കയറി അഡ്മിറ്റായി. കാര്യം പറഞ്ഞത് 20-ാം തീയതി അദ്ദേഹത്തിന് തലക്കര കിട്ടി. അതുകൊണ്ട് ന്യൂറോ കൺസൾട്ടേഷൻ വേണം. അഡ്മിറ്റ് അവിടെ നടന്നു. പോലീസ് നടത്തിയ ജയത്തിൽ ഇന്നലല്ല 3-ാം തീയതി അറസ്റ്റ് ചെയ്യണം. 3-ാം തീയതി അറസ്റ്റ് ചെയ്തായപ്പോ ആശുപത്രി പോലീസ് മാന്യത കാണിച്ചു. ആശുപത്രിയിലാണ് പ്രവർത്തനത്തിൽ. 7-ാം തീയതി ആയപ്പോ ഡോക്ടർ പറഞ്ഞു ഇനി ഇവിടെ കളക്കാൻ പറ്റില്ല, ഇറങ്ങിപ്പോണം. പോലീസ് അതൊന്നും അറസ്റ്റ് ചെയ്തില്ല. കാരണം ആശുപത്രിയിൽ പോയ ആളെ ഉടനെ അറസ്റ്റ് ചെയ്തില്ല. അദ്ദേഹം റെസ്റ്റാണോ എന്താണെന്ന് പോലീസ് നിരീക്ഷിച്ചു. അപ്പോ റെസ്റ്റ് എന്ന് പറയാം, പരിപാടിയിലേക്ക് പോകുന്നുണ്ട്, എല്ലായിടത്തും പോകുന്നുണ്ട്, പ്രശ്നമില്ല. സ്വാഭാവിക ജീവിതത്തിലേക്ക് വന്നു. പിറ്റേ ദിവസം രാവിലെ പോയി. ഇന്നലെ കോടതിയിൽ ഹാജരാണ്. തിരുവനന്തപുരം കോടതി JFMC3 എന്തൊക്കെയായിരുന്നു ഇന്നലെ തരണം? സവർക്കർ ബ്രിട്ടീഷുകാരുടെ കാലിൽ പിടിച്ചതിനേക്കാൾ ദയനീയമായ കാഴ്ചയായിരുന്നു ഇന്നലെ തിരുവനന്തപുരത്തെ JFMC3 കോടതിയിൽ കണ്ടത്. പൊട്ടിക്കരഞ്ഞില്ലെന്ന് കരയാൻ ആഗ്രഹം കാണിച്ചല്ല, അങ്ങനെയൊക്കെ കാലം. ഞാൻ ആശുപത്രി ചേർന്നയാളാണ്, ഒരു മെഡിക്കൽ സർട്ടിഫിക്കറ്റ് ആരാണ്. പോലീസ് അപ്പോൾ തന്നെ നേരത്തെ തന്നെ മെഡിക്കൽ എടുത്തിരുന്നു. ആ എടുത്തിരുന്ന മെഡിക്കല് പരിശോധിച്ച് നോക്കിയിട്ട് കോടതി പറഞ്ഞു, അല്ല നിങ്ങൾക്കൊരു പ്രശ്നമില്ലെന്നാണല്ലോ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത്. അപ്പൊന്നും അല്ല, സത്യമായിട്ട് എനിക്ക് പ്രശ്നമാണ്. ഞാൻ ഇങ്ങനെ 3-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഇത് ആശുപത്രി കിടന്നിരിക്കുകയാണ്. എനിക്ക് അപൂർവമായ രോഗമുണ്ട്. അപൂർവമായ രോഗം. മനുഷ്യരുടെ സംശയം മോൺസൺ മാവുകളുടെ ആശുപത്രിയിലോ മറ്റാണ് കിടന്നത് കൂടി നോക്കിയല്ല, തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയാണ്. ചെറുപ്പക്കാരന് എന്തെങ്കിലും അസുഖമാണോ? ജയിലിൽ പോകാൻ കഴിച്ചിട്ടാണ്. നിങ്ങൾ ആലോചിച്ചു എന്തൊക്കെ തള്ളായിരുന്നു. ജയിലിൽ പോകാൻ പേടിച്ച് കോടതിക്കകത്ത് പൊട്ടിക്കറിയാ. എന്നെ ജയിലിലൂടെ കോടതിയിൽ സാധാരണഗതിയിൽ കോടതിയിൽ വക്കീൽമാരുണ്ടാകും. കോടതി നടപടികൾ അറിയാവുന്ന ആളുകളുണ്ടാകും. കോടതിയിൽ ഒരു രേഖ ഹാജരാക്കുന്നതിൽ പ്രോസിക്യൂഷൻ നേരത്തെ കൊടുക്കണം. പ്രോസിക്യൂഷനും കൊടുക്കാതെ അപ്പോൾ തന്നെ കൊണ്ടുവന്ന നാടകീയമായി ഒരു രേഖ അവതരിപ്പിക്കാൻ ഇത് ആശുപത്രി കൊടുത്തിട്ടുണ്ട്, പാവം നോക്കണം നിങ്ങൾ കൊണ്ടുവന്ന. അപ്പൊ മജിസ്ട്രേറ്റിനാകെ കൺഫ്യൂഷനായിട്ട് മജിസ്ട്രേറ്റ് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, ഒന്നുകൂടി ഈ പയ്യനെ ഒരു ഡോക്ടർ കാണിക്കും. അങ്ങനെ സാധാരണ മജിസ്ട്രേറ്റ് പറയാറില്ല. ഒരു നമ്മൾ മെഡിക്കൽ കൊണ്ട് ഹാജരാക്കിയാൽ അതാണ് മെഡിക്കൽ. അങ്ങനെ കരച്ചത് കണ്ടിട്ടേ എന്തെങ്കിലും അപൂർവ രോഗമുണ്ടോ? അപൂർവ രോഗം പറയുന്നത് ഈ എന്താണ് ഈ അപൂർവ രോഗം എന്നറിയാൻ മജിസ്ട്രേറ്റ് പറഞ്ഞു, ഒരു കാര്യം ചെയ്തു, ഞാൻ കാത്തിരിക്കാം.
കരയുന്നു, നേരെ കൊണ്ടുപോകും, ഒന്നുകൂടി കൊണ്ടുപോയി പരിശോധിക്കും. അങ്ങനെ പോലീസ് കേട്ടു. നേരെ കൊണ്ടുപോയി തിരുവനന്തപുരം ജനറൽ ഹോസ്പിറ്റലിലെ പ്രമുഖരായ ഡോക്ടറെ കൊണ്ടുപോകുന്നത് അപൂർവ രോഗമെന്ന് സംശയം വന്നിരിക്കുന്നു. നോക്കണം. ഡോക്ടർമാർ നോക്കി പറഞ്ഞു, ഒരു ജലദോഷപ്പനി പോലും ഇല്ലാതില്ല. ജലദോഷപ്പനി ആകെ ഒരു പ്രശ്നം, ഇവർക്ക് കൂടുതൽ നേരം മൂത്രം ഒഴിച്ചിട്ടുണ്ട്. അല്ലാതെ ഒരു അസുഖമില്ല. ഷുഗർ വല്ലതുണ്ടോ? ഷുഗറൊന്നുമില്ല. അതല്ല. അപ്പോ അത്രേ ഉള്ളൂ, വേറൊന്നുമില്ല. ഒരു പ്രയാസമില്ല, ഒരു അസുഖമില്ല. ഡോക്ടർമാരെ ഒരു അസുഖമില്ല. പാവം മജിസ്ട്രേറ്റിന്റെ വീണ്ടും കൂടി ചെന്നു. ബഹുമാനപ്പെട്ട കോടതി മരുന്ന് പറഞ്ഞു, നിനക്ക് ഒരു അസുഖമില്ല, പഞ്ചായത്ത് ജയിലിൽ ജയിലിൽ പോകാൻ മടിയില്ല. എന്തൊക്കെയായിരുന്നു വെളിയിൽ വിളിച്ച് പറഞ്ഞത്? നിങ്ങൾ നോക്കൂ, എന്തൊരു ഭീരുവാണ്. അത് മാധ്യമങ്ങൾക്ക് വലിയ വാർത്ത, ചർച്ച. ഒരു മാസം മുമ്പാണ് തിരുവനന്തപുരത്ത് മറ്റൊരു മജിസ്ട്രേറ്റ് കോടതി UDF-ന്റെ ഭരണകാലത്ത് നടത്തിയ DYFI നടത്തിയ ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമായ ഒരു സമര കേസിൽ നിങ്ങളോട് സംസാരിക്കുന്ന എന്നെയും അന്നത്തെ DYFI-യുടെ സംസ്ഥാന സെക്രട്ടറി സഖാവ് M. സ്വരാജിനെയും 1 വർഷത്തെ തടവിൽ ശിക്ഷിച്ചത്. റിമാൻഡല്ല, ശിക്ഷയാണ്. മാധ്യമങ്ങളുടെ ചോദ്യം തന്നെ, അങ്ങനെ സമരം നടത്തുന്നവരെ അറസ്റ്റ് ചെയ്യാൻ പാടുണ്ടോ? സമരം നടത്തുന്നവരെ ശിക്ഷിക്കാതെ. ശിക്ഷിച്ച വാർത്തയില്ല, അവിടെ പോയില്ല. അറസ്റ്റ് ചെയ്താൽ റിമാൻഡ് ചെയ്താൽ കൊണ്ടുപോയി. നിങ്ങൾ ആരുടെ അറസ്റ്റിനാണ്? ദേശഭക്കാരിയായ സാന്ദ്ര എന്ന് പറയുന്ന വിദ്യാർത്ഥിയെ പോലീസ് അറസ്റ്റ് ചെയ്തു, ജയിൽ പ്രവേശിപ്പിച്ചു. തൃശ്ശൂരിലെ DYFI നേതാവ് നിഖിലിനെ അറസ്റ്റ് ചെയ്തു. നിഖിൽ പുലനെ പോലീസ് തല്ലിപ്പൊട്ടിച്ചു. ഒരു പ്രക്ഷോഭത്തിന്റെ ഭാഗമാണ്, ഒരു പ്രശ്നത്തിന്റെ ഭാഗമാണ്. പോലീസ് മുഖം നോക്കാൻ നടപടിയെടുത്തു. പോലീസിന്റെ നിലപാട് DYFI-ക്കും SFI-ക്കും അഭിപ്രായ വ്യത്യാസമുണ്ടെങ്കിൽ ഒരു സംഘടന വേറെ ഉണ്ടായിരിക്കും. പക്ഷെ പോലീസ് മുഖം നോക്കാതെ പോലീസ് നടപടികളുമായി മുന്നോട്ട് പോകുന്നു. ആ നടപടി SFI-ക്കാരനും DYFI-ക്കാരനും പോലും ലഭിക്കാത്ത ആനുകൂല്യം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനാണ് അവർ പറയുന്നത്. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല. വിശുദ്ധനാണ്. ഞാൻ ചോദിക്കുന്നു, യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഇപ്പോഴാണ് അറസ്റ്റിലായത്. അദ്ദേഹത്തിന്റെ കാറ് 1 മാസം മുമ്പ് അറസ്റ്റിലായി. എങ്ങനെ അറസ്റ്റിലായി? വ്യാജരേഖ. എന്താ വ്യാജരേഖ? നിങ്ങൾ ആലോചിച്ചിട്ടു. DYFI-യുടെ ഏതെങ്കിലും ഒരു യൂത്ത് പ്രസിഡന്റാണ് വ്യാജമായി ഐഡന്റിറ്റി കാർഡ് ഉണ്ടാക്കിയതെങ്കിൽ കേരളം കത്തുമായിരുന്നു. കേന്ദ്ര ഏജൻസികൾ കൊണ്ട് ഭരണമായിരുന്നു. ആരെല്ലാം യൂത്ത് കോൺഗ്രസിന്റെ വ്യാജരേഖയുടെ മെമ്പർഷിപ്പ് അംഗങ്ങൾ? തമിഴ്നാടൻ അജിത്ത്, തല അജിത്ത്. ഇന്നലെ പറഞ്ഞില്ല, തല അജിത്തിന്റെ നേതൃത്വത്തിൽ തമിഴ്നാട്ടിലെ പ്രതിഷേധത്തിൽ കേരളത്തിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. വന്നിട്ടാണ് കളി. പിണറായി പാഠപ്പെടുത്തിക്കാൻ യൂത്ത് കോൺഗ്രസിന്റെ അംഗം തല അജിത്ത്. വേറൊരാൾ വരുന്നുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ മെമ്പർഷിപ്പ് പട്ടികയിൽ ഒരാളുടെ പേര് കണ്ട് പോലീസുകാരെ ഞെട്ടി. പാവപ്പെട്ട മ്യൂസിയം പോലീസ് സ്റ്റേഷനെ എണീറ്റ് സല്യൂട്ട് അടിച്ചു ഡൊണാൾഡ് ട്രംപ്. യൂത്ത് കോൺഗ്രസിന്റെ ഫോട്ടോ, ID കാർഡ്, വയസ്സ് ഒക്കെ കറക്റ്റാണ്. സ്ഥലം പക്ഷേ പത്തനംതിട്ടയിലെ തിരുവല്ല. ഡൊണാൾഡ് ട്രംപ്. നോക്കി വേറൊരാളുടെ ഗോവിന്ദച്ചാമി. യൂത്ത് കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പിൽ നോക്കിയിട്ടേ തല അജിത്ത് മുതൽ ഗോവിന്ദച്ചാമി വരെ. ഗോവിന്ദച്ചാമി ജയിലിൽ നിരാഹാരാണ്. തന്റെ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ വെച്ച് ഇതുപോലെ അപഹസിക്കപ്പെട്ട ഒരു സംഘടനയുണ്ട യൂത്ത് കോൺഗ്രസ്. ഇന്നലെ അതിന്റെ പ്രസിഡന്റ് അറസ്റ്റ് ചെയ്തു. അപ്പോൾ മാധ്യമങ്ങൾ ചില പറയും, ഇന്ന് പ്രതിഷേധം ആളിക്കത്ത്. ഒരു പുല്ലും വന്നില്ല.
തിരുവനന്തപുരത്ത് നാളെ തിരുവനന്തപുരത്ത് കേരളത്തിൽ പ്രതിഷേധം ഇരമ്പാൻ പോകുന്നു. ആൾക്കാരുടെ കാത്തിരുന്നു. ഇരമ്പു ഇപ്പൊ എനിക്ക് സിനിമയിൽ രേവതി പോയി കാത്തിരിക്കും പോലെയാണ്. എന്നോട് വന്നിട്ട് പറഞ്ഞു, ഞാൻ ഇത്രയും നേരം കാത്തിരുന്നിട്ട് ജ്യോതിയും വന്നില്ല, ഒരു മണ്ണാങ്കട്ടയും വന്നില്ല എന്ന് പറയുമ്പോഴായിരുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്തു, ജയിലിലിട്ട് ഇപ്പൊ കൊട്ടും, ഇപ്പൊ ഇവിടെ കൊടുത്തിരിക്കൊള്ളും, ഇവിടെ ഇപ്പൊ കത്തും. യൂത്ത് കോൺഗ്രസിന് അണികൾ വേണ്ടേ? ആർക്കെത്താണ് അണികൾ? ഇങ്ങനെയുള്ളവരാ. ഡൊണാൾഡ് ട്രംപിന് അറിയാമോ? യൂത്ത് കോൺഗ്രസിന്റെ അംഗങ്ങൾക്ക് വേദന ഉണ്ടാകും. യൂത്ത് കോൺഗ്രസിന്റെ അംഗങ്ങൾ ഇങ്ങനെ ആഘോഷിക്കപ്പെട്ട ഒരു സംഘടന യൂത്ത് കോൺഗ്രസ് ജനങ്ങൾക്കിടയിലുണ്ടോ? വ്യാജ കാർഡ് ഉണ്ടാക്കല, വ്യാജ കാർഡ് എന്നിട്ട് അംഗങ്ങൾ ഉണ്ടാക്കലാണ്. യൂത്ത് കോൺഗ്രസിന്റെ അംഗത്വത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ. സംസ്ഥാനത്തെ തിരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഔദ്യോഗിക പരാതിയിന്മേൽ കേരളത്തിൽ ഇതാ പോലീസ് അന്വേഷണം നടത്തുകയാണ്. കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഔദ്യോഗികമായ പരാതി, ആ പരാതിയിൽ അന്വേഷണം നടത്താൻ കേരളത്തിലെ മാധ്യമങ്ങൾക്ക് ആ ആൾ വിശുദ്ധാൻ, എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറി, പുതുപ്പള്ളിയിൽ സഖാവ് ജെ.സി. തോമസ് എന്ന പഴയ എസ്എഫ്ഐ നേതാവ് ജനവിധികളാണ് ഇറങ്ങിയത്. ആ ചെറുപ്പക്കാരനെത്തുണ്ടി മലയാള മനോരമയും കേരളത്തിലെ മാധ്യമങ്ങളും ഈ വലതുപക്ഷക്കാരനും പറഞ്ഞുകൊണ്ടിരുന്നത് അയാൾ കോട്ടയത്തെ എസ്എഫ്ഐയുടെ നേതാവായിരുന്നപ്പോൾ അയാളുടെ പേരിൽ വിവിധ സമരങ്ങളുടെയും പ്രക്ഷോഭങ്ങളുടെയും ഭാഗമായി ചേർക്കപ്പെട്ട കേസുകളുടെ കണക്കായിരുന്നു. സംസ്ഥാന സെക്രട്ടറി കേസുകൾ, ജയിൽവാസം, സംസ്ഥാന പ്രസിഡന്റ് ഇതാ ജയിലിൽ അടച്ചിരിക്കുന്നു. ഓ വലിയ കാര്യം. ഇതെങ്ങനെയാണ് നിങ്ങൾ രണ്ടും വ്യത്യസ്തപ്പെടുത്തി പറയാ? നിങ്ങൾക്ക് അജണ്ടയുണ്ട്. പോലീസിനെ വഴിക്ക് പോകും. പോലീസിനെ വന്ന് വെല്ലുവിളിച്ച് ഒരാവേശത്തിന് പോലീസിനെ കല്ലെറിഞ്ഞു ആളെക്കുട്ടി. അന്നാ തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ ഏറെയും ക്രിമിനലുകളായിരുന്നു. ആ ക്രിമിനലുകളെ കൊണ്ടുവന്ന് പോലീസിനെതിരെ അരാജകത്തെ സൃഷ്ടിച്ച് അക്രമം ഉണ്ടാക്കി. എന്താവശ്യത്തിന് എസ്എഫ്ഐ ഒരു പ്രക്ഷോഭത്തിലായിരുന്നു ആ സമയത്ത്. ഏത് പ്രക്ഷോഭത്തിൽ? ഇതാ ഈ വേദിയിൽ എസ്എഫ്ഐയുടെ സംസ്ഥാന പ്രസിഡന്റ് സഖാവ് അനുസ്മരിക്കുന്നു. എന്തായിരുന്നു എസ്എഫ്ഐ നടത്തിയ പ്രക്ഷോഭം? സഖാവ് ധീരജന്റെ പിന്തുണക്കാർ കേരളത്തിൽ അതേ സമയത്ത് നടത്തിക്കൊണ്ടിരുന്ന ഇപ്പോഴും തുടരുന്ന പ്രക്ഷോഭം കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ, RSSവൽക്കരിക്കാൻ ഗവർണറുടെ നേതൃത്വത്തിൽ നടക്കുന്ന നീക്കങ്ങൾക്കെതിരായ ജനാധിപത്യ സമരമുഖമായിരുന്നു. ഒടുവിലത്തെ എസ്എഫ്ഐക്കാരൻ അഴിച്ചു വീഴുന്നത് വരെ കേരളത്തിലെ സർവകലാശാലകളെ കാവ്യവൽക്കരിക്കാൻ, RSSവൽക്കരിക്കാൻ ഒരു ഗവർണറെയും ഞങ്ങൾ അനുവദിക്കില്ലെന്ന് ഉറക്കെ പറഞ്ഞു കേരളത്തിലെ എസ്എഫ്ഐ. ഞങ്ങൾ പോരാടുകയാണ്. ഞങ്ങൾ ഗവർണറെ പറഞ്ഞു. അറസ്റ്റ് വന്നിട്ട് ഞങ്ങളുടെ കുട്ടികൾ ജയിലിൽ പോയി. ജയിലിൽ നിന്ന് പോയി പരീക്ഷ എഴുതി, ജയിലിനകത്ത് നിന്ന് പഠിച്ചു, ജയിൽ പഠനമുറിയാക്കി. എസ്എഫ്ഐ എവിടെയൊക്കെ മുറുക്കാൻ തുപ്പാൻ, വായിലിട്ട് ചവച്ച സാധനം തുപ്പിക്കളയാൻ പുറത്തേക്കിറങ്ങി ഗവർണർ നോക്കിയപ്പോൾ കാണുന്നത് വലിയ ബാനർ. താങ്കളെ ഗവർണർ പറഞ്ഞു ഇതെല്ലാം അടിച്ചു വരണം. അരമണിക്കൂറിന്റെ ഇടവേളക്കപ്പുറം കെട്ടിയതിന്റെ 10 മടങ്ങ് ഇരട്ടി അതേ ഗവർണർ എന്ന ഏകാധിപതിയുടെ മുന്നിൽ എസ്എഫ്ഐയുടെ സംസ്ഥാന സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ തിരിച്ചു കെട്ടി. ഡൽഹിയിൽ നിന്ന് ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ ഒരിക്കൽ കൂടി എസ്എഫ്ഐ ആയി കലാലയങ്ങളിലേക്ക് പോകാനാകുന്നില്ലല്ലോ, ഈ വെള്ളക്കൊടിയും പിടിച്ച് ഇവരൊരാളായി എന്ന് തോന്നിപ്പോയ നിമിഷങ്ങൾ എനിക്ക് മാത്രമല്ല എത്രയോ പേർ ഈ വികാരം പങ്കുവച്ചു. ആവേശകരമായ ചെറുത്തുനിൽപ്പിന്റെ സമരത്തിന്റെ ഒരു പൊളിറ്റിക്കൽ കോസിന് വേണ്ടിയുള്ള പ്രക്ഷോഭത്തിൽ സമരം ചെയ്യാൻ ജയിലിൽ പോകാൻ അതല്ലേ? എന്ത് പൊളിറ്റിക്കൽ കോസിനായിരുന്നു ഇവർ ഡിസംബർ 20 ആക്രമണം വിളിച്ചിരുന്നത്? കേരളം മുഴുവൻ കലാപമുണ്ടാക്കാൻ നോക്കി. എന്നിട്ട് ഈ ഡിസംബർ മാസം 20 ഈ ഡിസംബർ വെല്ലുവിളിയല്ലോ. എന്താ വെല്ലുവിളി? ഡിവൈഎഫ്ഐക്കാരോട് യൂത്ത് കോൺഗ്രസുകാരെ ആരൊക്കെയോ തല്ലിപ്പോലും തല്ലിവരെ തിരിച്ചടിക്കണം. ഇത് പറയാം, ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കാൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട് തിരിച്ചടിക്കാൻ. തിരിച്ചടിച്ചാൽ
നിങ്ങൾ അറസ്റ്റ് ചെയ്താൽ എന്റെ കുട്ടികൾക്കൊപ്പം ഞാൻ ജയിലിൽ പോകും. പക്ഷെ ഇന്നലെ പ്രസിഡന്റ് അറസ്റ്റ് ആയ പ്രസിഡന്റ് നോക്കി, പ്രസിഡന്റ് സതീശൻ ഞാൻ പറഞ്ഞതല്ല, BD സതീശന്റെ വെല്ലുവിളിയാണ്. നിങ്ങൾ ആദ്യം BD സതീശൻ വെല്ലുവിളിക്കുക. ഞങ്ങൾ തിരിച്ചടിച്ചു. ഡിസംബർ മാസം 20 പറഞ്ഞതാണ്. ഞങ്ങൾ കല്യാശ്ശേരിയിൽ തുടങ്ങാൻ പറ്റിയ സ്ഥലമാണ്, നല്ല സ്ഥലമാണ് കല്യാശ്ശേരി. പക്ഷെ ഡിസംബർ 20 തുടങ്ങിയിട്ട് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുകയാണ്. ഇത്രയും ദിവസമായിട്ട് തുടങ്ങിയില്ല. കല്യാശ്ശേരിയിൽ തുടങ്ങും. തിരുവനന്തപുരത്ത് മാലോകർക്കൊക്കെ BD സതീശൻ ഞങ്ങൾ കാസർഗോഡ് കല്യാശ്ശേരി മുതൽ ഇങ്ങോട്ട് തുടങ്ങും. കല്യാശ്ശേരിയിൽ നിന്ന് തുടങ്ങിയ കല്യാശ്ശേരി പോയിട്ട് കല്യാണ വീട്ടിൽ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തോ? നിങ്ങൾ എന്താ ചെയ്തേ, എവിടെ ചെയ്തേ, എന്താ ഏർപ്പാട്? അങ്ങനെ വെല്ലുവിളിക്കാനൊന്നും ഇറങ്ങി പുറപ്പെടല്ലേ. സാമൂഹ്യ മാധ്യമ പരിസരങ്ങളിൽ, ഇന്റർനെറ്റിന്റെ ഇടനാഴികളിൽ മാത്രം ജീവിച്ചിരിക്കുന്ന കൂട്ടരല്ല കെട്ടവര്. ഞങ്ങൾ ജനങ്ങൾക്കിടയിൽ നിന്നവരാണ്, ജനങ്ങളോടൊപ്പം നിന്നവരാണ്. മഹാദുരന്തമുണ്ടായപ്പോൾ, കോവിഡ് ഉണ്ടായപ്പോൾ നിങ്ങൾ നിയമം ലംഘിക്കുമെന്നും മാസ്ക് ഊരിക്കളഞ്ഞ് സമരം ചെയ്യാൻ ഇറങ്ങണമെന്നും ആഹ്വാനം ചെയ്തുകൊണ്ടിരുന്നപ്പോൾ, സാമൂഹ്യ നിയന്ത്രണങ്ങളെ കാറ്റിൽ പറക്കുന്നത് രാഷ്ട്രീയ പരിപാടിയാക്കി നിങ്ങൾ മാറ്റിയപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിയിരുന്നു. ജനങ്ങളോടൊപ്പം പ്രവർത്തിച്ചു. ജനങ്ങൾ മാത്രം. ഞാൻ എന്റെ DYFI പ്രവർത്തകരോട് എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. നിങ്ങൾ യൂണിറ്റുകളിലേക്ക് പോകണം. യൂണിറ്റിന്റെ തലങ്ങളാണ്, അവിടെയാണ് അടിത്തറ, അവിടെയാണ് മണ്ണ്. ആ മണ്ണിൽ ചവിട്ടി ഞങ്ങൾ പണിയെടുത്തു. ഞങ്ങൾ താമസിക്കുന്ന, ഞങ്ങൾ ചവിട്ടി നിൽക്കുന്ന മണ്ണിനരികെ ഒരു നിലപൊടി ചേർന്നാൽ അവിടെ ഓടിയെത്തി. വിശന്നിരിക്കാതെ ഞങ്ങൾ കാവൽ നിന്നു. വീട്ടിൽ തനിച്ചാകില്ല, ഞങ്ങളുണ്ടെന്നവരെ ഓർമ്മപ്പെടുത്തി. മൃതശരീരമായി കിടന്ന മനുഷ്യരുടെ അരികിൽ സ്വന്തം സഹോദരനും സഹോദരിയും മകളും മകനും അച്ഛനും ഒന്നും തിരിഞ്ഞു നോക്കാതിരുന്നപ്പോൾ ചേതനയറ്റ ആ കോവിഡ് ബാധയേറ്റ മൃതശരീരങ്ങളെ ഏറ്റുവാങ്ങാനും സംസ്കരിക്കാനും ഇറങ്ങിച്ചെന്ന സംഘടനയുടെ പേര് ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ എന്നായിരുന്നു. ഞാൻ ആവർത്തിക്കുന്നു, ഞങ്ങൾ മാത്രമായിരുന്നു. ആ ജനങ്ങളുടെ ഹൃദയത്തിലാണ് ഞങ്ങൾ ജീവിക്കുന്നത്. ഞങ്ങൾ പൊതിച്ചോറ് വേണമെന്ന് പറഞ്ഞപ്പോൾ ജനം പൊതിച്ചോറ് തന്നു. ആ പൊതിച്ചോറ് വാങ്ങുകയും ശേഖരിക്കുകയും കൊടുക്കുകയും ചെയ്ത കൈകൾ കൊണ്ട് മുട്ടിഞ്ഞൊട്ടി മുദ്രാവാക്യം മുഴക്കാനും ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്കിടയിൽ, യുവജനങ്ങൾക്ക് വേണ്ടി, ജനങ്ങളുടെ സമരമായി, ജനങ്ങൾക്കിടയിൽ, മാധ്യമ പരിസരങ്ങളിലല്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ നിങ്ങളോട്, ഒരു ചെറിയ ഉദാഹരണം. ചരിത്രം വീണ്ടും വീണ്ടും ആർത്തിയോടെ പറയാൻ പോകുന്ന ഒരു ഉദാഹരണം. ഇക്കഴിഞ്ഞ ജനുവരി മാസം 7 ഇന്ത്യയുടെ ചരിത്രത്തിൽ, രാഷ്ട്രീയ ചരിത്രത്തിൽ തങ്കലിപികളാൽ എഴുതപ്പെടും. 2024 ജനുവരി 7 അരികിൽ ആ ചരിത്രത്തിൽ അതിനോട് ചേർത്ത് വെക്കുന്ന 4 അക്ഷരങ്ങൾ ഡെമോക്രാറ്റിക് യൂത്ത് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ, DYFIയുടെ പേരുമായിരിക്കും. ഇന്ത്യയുടെ രാഷ്ട്രീയ ചരിത്രം 2011 ബംഗാളിൽ ഇടതുപക്ഷ ഭരണം നഷ്ടപ്പെടുന്നത്. 33 വർഷം നീണ്ടുവന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിന് തിരശ്ശീല. ഇവിടെ വേട്ടയായിരുന്നു, വാക്കുകൾക്കപ്പുറത്തെ വേട്ട. എന്റെ പ്രിയപ്പെട്ട സഖാക്കളോട് ഞാൻ ചോദിക്കുന്നു, നിങ്ങൾ ത്യാഗം ലഭിച്ചിട്ടുണ്ടോ? യഥാർത്ഥ ത്യാഗം. വീടുകൾ കത്തിക്കപ്പെട്ട മനുഷ്യർ DYFI ആയതിന്റെ പേരിൽ, CPM ആയതിന്റെ പേരിൽ, SFI ആയതിന്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടവരുടെ കണക്കില്ല. വീടും ഗ്രാമവും വിട്ട് ഓടിപ്പോകേണ്ടി വന്നത്, കത്തിച്ചു കളഞ്ഞ പാർട്ടി ഓഫീസ്, എതിരാളിയുടെ കൊടികട്ടിയ പാർട്ടി ഓഫീസ്, ബലാത്സംഗം ചെയ്യപ്പെട്ട സഖാക്കൾ, സഹോദരിമാർ. മാധ്യമങ്ങൾ പറഞ്ഞു, ഇല്ല, തെമ്മാടിക്കുഴിയിൽ അടക്കിക്കഴിഞ്ഞു, ഈ പ്രസ്ഥാനത്തെ കൊന്നു കുടിച്ചുകൂടിയിരിക്കുന്നു, ഇനിയില്ല, ഇടതുപക്ഷമില്ല, പശ്ചിമബംഗാളിന്റെ മണ്ണിൽ. ഇവിടെ പറഞ്ഞു, അവിടുത്തെ പാർട്ടിയുടെ പ്രൈം സെക്രട്ടറി ഇടുക്കിയിലെ ചെറുതോണിയിലെ ഹോട്ടലിൽ പൊറോട്ട അടിക്കുകയാണ്. ഇതില്ല, അങ്ങോട്ടില്ല, അതെല്ലാവരെയും പോകുന്നു. ബംഗാളിൽ ഇടതുപക്ഷം
ബംഗാളിലെ മാധ്യമങ്ങളുടെ ഏതെങ്കിലും മുറിയിൽ ഒരു ഫ്രെയിമിൽ നിങ്ങൾക്ക് കഴിഞ്ഞ 2011 2021 ഇടയിൽ ഡിവൈഎഫ്ഐക്കാരനെ കാണാനാകുമായിരുന്നില്ല. ബംഗാളിൽ നിന്ന് പുറത്തിറക്കുന്ന ഏതെങ്കിലും ഒരു പത്രത്തിന്റെ 1ാമത്തെ പേജിന്റെ ഏതെങ്കിലും ഒരക്കത്ത് താഴെ 2 വരി ഡിവൈഎഫ്ഐ എന്ന അക്ഷരം കൊടുക്കാൻ അവർ തയ്യാറായിരുന്നില്ല. 2011 2024 ഇടയിൽ ഡിവൈഎഫ്ഐയുടെ ബംഗാളിൽ നടത്തിയ ഏതെങ്കിലും പരിപാടി, ഞാൻ ആവർത്തിച്ചു പറയുന്നു, എന്നെ ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായി തിരഞ്ഞെടുക്കുന്ന ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന് വേദിയായത് ബംഗാളാണ്, കൽക്കത്തയാണ്. പ്രകടനം നടന്നു, വലിയ പരിപാടി നടന്നു. അതുപോലും ഒരു മാധ്യമങ്ങളുടെയും പ്രധാന വാർത്തയായി അത് കൊടുക്കാൻ തയ്യാറായില്ല. എഴുതി തള്ളി ഡിവൈഎഫ്ഐയെ, എഴുതി തള്ളി ഇടതുപക്ഷം. പക്ഷേ ഞങ്ങൾ എവിടെയായിരുന്നു? അപ്പോൾ മണ്ണിലായിരുന്നു, ജനങ്ങൾക്കിടയിലായിരുന്നു. ഓരോരുത്തരും ഓരോ മനുഷ്യരെയും പോയി സംഘടിപ്പിച്ചു. ത്യാഗനിർഭരമായ വഴികളിലൂടെ നടന്നു പോയി. അക്രമങ്ങളേക്ക് വാങ്ങി, പീഡനങ്ങളേക്ക് വാങ്ങി, ജയിലിൽ പോയി. ആൺ പെൺ വ്യത്യാസമില്ലാതെ ഞങ്ങളുടെ സഖാക്കൾ ആക്രമിക്കപ്പെട്ടിട്ടും മുറിവേറ്റിട്ടും ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ചികിത്സയ്ക്ക് പോലും പോകാതെ വീണ്ടും പടക്കളത്തിലേക്ക് നീങ്ങി. അർപ്പണബോധത്തോടെ ഡിവൈഎഫ്ഐ എന്ന സംഘടന ഏൽപ്പിച്ച ഉത്തരവാദിത്വം ശിരസാ വഹിച്ചുകൊണ്ട് തെരുവിലേക്ക് ജനങ്ങൾക്കിടയിൽ തൃണമൂൽ കോൺഗ്രസിന്റെയും ബിജെപിയുടെയും രാഷ്ട്രീയ വ്യവഹാരങ്ങളുടെ നടുവിൽ, അക്രമങ്ങളുടെ നടുവിൽ, ക്രിമിനൽ സെക്ഷനുകളുടെ നടുവിൽ ദുരിതമനുഭവിക്കുന്ന ജനങ്ങൾക്കിടയിലേക്ക് ഡിവൈഎഫ്ഐ മണ്ണിൽ ചവിട്ടിരുന്ന് ജനങ്ങൾക്കിടയിലേക്ക്, ജനങ്ങളുടെ അടിയിലേക്ക്, ജനങ്ങളിൽ നിന്ന് വീണ്ടും ജനങ്ങളിലേക്ക് പടർന്നുകൊണ്ടേയിരുന്നു. നിശബ്ദമായൊരു വ്യാപനം. ഒരു മാധ്യമങ്ങളും വാർത്തയാക്കിയില്ല. ഏറ്റവും ഒടുവിൽ ഡിവൈഎഫ്ഐയുടെ രൂപീകരണ ദിനത്തിന്, ഡിവൈഎഫ്ഐയുടെ രൂപീകരണ ദിനമായ നവംബർ 1 പഞ്ചാബിന്റെ ലുധിയാനയിൽ 1980 ഈ ചുവന്ന നക്ഷത്രവും ചുവന്ന അക്ഷരങ്ങളും പൊതിഞ്ഞ വെള്ളപ്പതാക ആകാശത്തിലേക്ക് ചരിത്രത്തിലാദ്യമായി ഉയർന്ന ദിവസത്തിന്റെ അനുസ്മരണ ദിവസം, ഓർമ്മ ദിവസം, ഡിവൈഎഫ്ഐയുടെ ജന്മദിനത്തിന് ബംഗാളിന്റെ അങ്ങേയറ്റമായ കുച്ച് ബിഹാറിൽ നിന്ന് ഒരു പെൺകുട്ടി കയ്യിലൊരു പതാകയും പിടിച്ചു നടക്കാൻ തുടങ്ങി. 2600 കിലോമീറ്റർ ബിഹാർ മുതൽ കൽക്കത്ത വരെ മുഴുവൻ ജില്ലകളിലൂടെയും ഒരു നടത്തം. നവംബർ 1 ആരംഭിച്ച് നവംബർ 3 ആരംഭിച്ച് ഡിസംബർ ജനുവരി മാസം 7 ആദ്യവാരം വരെ. അതിന്റെ അവസാനമായിരുന്നു, അതിന്റെ കൺവിലേഷനായിരുന്നു, സമാപനമായിരുന്നു. ലോകത്തിലെ ഏറ്റവും വലിയ മൈതാനങ്ങളിൽ ഒന്നാണ് കൽക്കത്തയിലെ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ മൈതാനങ്ങളിൽ ഒന്ന് നടക്കാനില്ല. ഡിവൈഎഫ്ഐ 2008 എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ നവംബർ മാസത്തിൽ ഇതേ ബ്രിഗേഡ് മൈതാനിൽ അവസാനത്തെ ഞങ്ങളുടെ ഒരു റാലി നടത്തുന്നത് 15 വർഷങ്ങൾക്ക് മുമ്പ്. അതിനിടയിൽ ഞാൻ പരാമർശിച്ച ഡിവൈഎഫ്ഐയുടെ അഖിലേന്ത്യാ സമ്മേളനത്തിന്റെ റാലി പൊതുസമ്മേളനം ബ്രിഗേഡ് മൈതാനിൽ അല്ല നടത്തിയത്, നടത്താനായില്ല. എന്നാ മൈതാനം നിറയ്ക്കാനാവില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈതാനങ്ങളിൽ ഇക്കഴിഞ്ഞ ജനുവരി മാസം 7 ഞാൻ ആവേശത്തോടെ പറയുന്നു, അഭിമാനത്തോടെ പറയുന്നു, ആ ദിവസം പകൽ കൽക്കത്ത എന്ന ചരിത്ര നഗരം ഡിവൈഎഫ്ഐയുടെ സ്വന്തമായിരുന്നു, ഡിവൈഎഫ്ഐയുടെ മാത്രമായിരുന്നു. അതിരാവിലെ മുതൽ താമസിക്കുന്നിടത്ത് നമ്മുടെ ഉറക്കത്തെ തന്നെ തട്ടിയുണർത്തിയത് തെരുവിലൂടെ നീങ്ങുന്ന ചെറിയ ചെറിയ പ്രകടനങ്ങൾ, ആകാശത്തിലൂടെ പാറിയുന്ന ഡിവൈഎഫ്ഐയുടെ സുപ്രകടനങ്ങൾ, ആത്മവിശ്വാസം വീണ്ടെടുത്ത ഒരു ജനസമൂഹം ഡിവൈഎഫ്ഐ എന്ന മഹാപ്രസ്ഥാനത്തിന്റെ പ്രകടനത്തിലെന്ന് ഇൻസാഫ്ജാഥയുടെ സമാപന വേദിയിലേക്ക്, കൽക്കത്തയിലെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൈതാനങ്ങളിലൊന്നിലേക്ക് ഒരു മനുഷ്യസാഗരമിങ്ങനെ ഒഴുകിക്കടന്നു വരികയാണ്. നിങ്ങൾ അറിയുമോ, നീണ്ട 15 വർഷക്കാലത്തിനിടയിൽ 2008 ശേഷം, പ്രത്യേകിച്ച് 2011 ശേഷം ഒരു വാർത്ത പോലും 1-ാം പേജിൽ ഞങ്ങളുടെ ഏതെങ്കിലും ഒരു പരിപാടിയുടെ പുറകിലൂടെ ഒരു ക്യാമറയുമായി കടന്നു വരാൻ പോലും തയ്യാറാകാതിരുന്ന പശ്ചിമ ബംഗാളിലെ വളരെ മാധ്യമങ്ങൾ ഒരാളില്ലാതെ മുഴുവൻ പേരും 24 അവരുടെ പ്രക്ഷേപണം പൂർണ്ണമായി നടത്തിയിരുന്നു. നിരന്തരമായ പ്രക്ഷോഭങ്ങളുടെയും സമരങ്ങളുടെയും മഹാപോരാട്ടങ്ങളുടെയും ഒടുവിൽ
അതൊന്നും കവർ ചെയ്യാതെ എവിടെയായിരുന്നു? ഞങ്ങൾ എവിടെയാണ് പ്രവർത്തിച്ചത്? ഞങ്ങൾ എവിടെയാണ് ലാഭിച്ചത്? എന്തിനേറെ പറയുന്നു, കേരളത്തിലെ മലയാള മനോരമയ്ക്ക് ആ ചരിത്ര ദൃശ്യത്തിന്റെ കളാപ്പുറത്തോട് കഴിയുന്നു. മലയാള മനോരമയ്ക്ക് ഇന്ത്യയിൽ ക്രിക്കറ്റ് മൈതാനികളുടെ ഡിവൈഎഫ്ഐയുടെ ആ സമര മുന്നേറ്റത്തെ റിപ്പോർട്ട് ചെയ്യാത്ത ഇന്ത്യയിലെ ഒരു മാധ്യമം പോലുമില്ല, ഒരൊറ്റ മാധ്യമമില്ല ഇന്ത്യയിൽ. എല്ലാം വലതുപക്ഷ മാധ്യമം പോയി. ഞങ്ങളവിടെ ഉണ്ടാക്കിയ ആക്കൂട്ടത്തെ ജനങ്ങൾക്കിടയിൽ പണിയെടുത്തിട്ടാണ്, ജനങ്ങൾക്കിടയിൽ പണിയെടുത്തിട്ടാണ്. ഞങ്ങൾക്ക് വേണ്ടി ഒരു മാധ്യമങ്ങൾ ഓവർടൈം പണിയെടുത്തിട്ടില്ല. ഞങ്ങൾ എവിടെയെങ്കിലും വ്യാജക്കാരുണ്ടാക്കിയിട്ടില്ല. ഞങ്ങൾ എവിടെയെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഏതെങ്കിലും തെറ്റായ വഴികളിലൂടെ കടന്നുപോയില്ല. ജനങ്ങൾക്കിടയിൽ ജനങ്ങളിൽ നിന്ന് പാഠം പഠിച്ച് ജനങ്ങളോടൊപ്പം നിന്ന് പുതിയ തലമുറയുടെ വിശ്വാസം ഉൾക്കൊണ്ട് അവർക്കിടയിൽ പ്രവർത്തിച്ച് ത്യാഗസന്നദ്ധമായ വഴിയിലൂടെ അതിന് അങ്ങേയറ്റത്തെ ആത്മവിശ്വാസത്തോടെ ഞങ്ങൾ ഒരു നാടിന്റെ അതിര് കാത്തു, ഒരു നാടിന്റെ പ്രയാസങ്ങളിലേക്ക് ഇറങ്ങിയിരുന്നു. അതൊക്കെ നിന്ന് ജനം ഞങ്ങളെ ഏറ്റുവാങ്ങി. ഒരു സംശയവുമില്ല, ഇന്ന് പശ്ചിമബംഗാളിൽ കണ്ട ആ സമര മുന്നേറ്റം യാതൊരു സംശയവും വേണ്ട, ഞങ്ങളിനി തിരിച്ചു വരില്ലെന്ന് കരുതിയിരുന്നവരുടെ മുൻപിലുള്ള മറുപടിയാണ് 2024 ജനുവരി മാസം 7-ാം തീയതി പശ്ചിമ ബംഗാളിലെ കൽക്കത്തയിലെ യൗവനം ഇന്ത്യയോട് പറഞ്ഞത്, ഞങ്ങൾ ഇതാ മടങ്ങി വരുന്നു, ഈ കോട്ടകൊത്തളങ്ങൾ തകർത്തെറിഞ്ഞ് ഞങ്ങൾ മടങ്ങി വരിക തന്നെ ചെയ്യുമെന്ന് ഒരു ജനത പ്രഖ്യാപിച്ചപ്പോൾ അവർ ആകാശങ്ങളുടെ നെറുകയിലേക്ക് ഉയർത്തിപ്പിടിച്ചിരുന്ന പതാക ചുവന്ന നക്ഷത്രവും അക്ഷരങ്ങളും പറഞ്ഞ ഡെമോക്രാറ്റിക് ഈ വലിയ പതാകയാണ്. അത് ഉയർത്തിപ്പിടിച്ച ഒരു ജനത ഇറങ്ങി വന്നത്, ഇരമ്പയാത്ര കടന്നു വന്നത്. ഇടതുപക്ഷം പ്രവർത്തിക്കുന്നത് ജനങ്ങൾക്കിടയിലാണ്. എസ്എഫ്ഐ കേരളത്തിലെ ഏറ്റവും വലിയ വിദ്യാർത്ഥി പ്രസ്ഥാനമായി വിരാജിച്ചു നിൽക്കുന്നത് ഏതെങ്കിലും മാധ്യമങ്ങളുടെ ലാളനയിലാണ്. ഞങ്ങളാരുടെയും കുടുംബാവതല്ല, ഞങ്ങളെ താലോലിക്കാൻ, ഞങ്ങൾക്ക് ജലവിധി ഏറ്റവും നോക്കാൻ എന്തൊക്കെയാണ് പറയുന്നത്. ഞങ്ങളുടെ പ്രവർത്തകരെയാണ് ആക്രമിച്ചിട്ടുള്ളത്, വീട്ടിലേക്ക് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്, ക്രൂരമായി പിടിച്ച് ജയിലിൽ വെച്ചിട്ടുള്ളത്. ഇന്നലെ ഉമ്മൻചാണ്ടിയുടെ മകൻ ചാൻഡിലിനെ പറയാണ്, ഇത് അരാജക ഭരണമല്ല, ഇങ്ങനെയൊക്കെ പെരുമാറാൻ പാടുണ്ടോ? അദ്ദേഹത്തിന്റെ അച്ഛൻ മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് ഞങ്ങളോടെല്ലാം ചെയ്തി വേദിയിൽ വിശദീകരിക്കാൻ പറ്റില്ല. അത്ര ക്രൂരമായി ഞങ്ങളുടെ പെരുമാറിയിട്ടുണ്ട്, അത്രയേറെ ക്രൂരമായി. അപ്പോൾ വലതുപക്ഷ രാഷ്ട്രീയം ഇവിടെ ശക്തി പ്രാപിക്കാൻ ശ്രമിക്കുന്നത്, ഇടതുപക്ഷത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നത് മാധ്യമങ്ങളുടെ കല്ലാവണയിലാണ്. പ്രിയപ്പെട്ട സഖാക്കളെ, ധീരജിന്റെ രക്തസാക്ഷിത്വത്തെ കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ ധീരജിന് വേണ്ടിയുള്ള പോരാട്ടങ്ങൾ, ഉയർത്തിപ്പിടിച്ച മുദ്രാവാക്യങ്ങൾക്ക് വേണ്ടിയുള്ള മുന്നേറ്റങ്ങൾ നമ്മളെപ്പോഴും ആവേശഭരിതമായി ഉയർത്തിപ്പിടിക്കേണ്ടത് ഈ നാടിന്റെ മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയുള്ള, ജനാധിപത്യത്തിന് വേണ്ടിയിട്ടുള്ള, സമത്വത്തിന്റെ സോഷ്യലിസ്റ്റ് സ്വപ്നങ്ങൾക്ക് വേണ്ടിയുള്ള യാത്രയും പുരോഗതിയും മുന്നേറ്റവും ഒക്കെ ആയിരിക്കണം. അവിടെ മാധ്യമങ്ങൾ നമ്മളോടൊപ്പം ഉണ്ടാകില്ല, പക്ഷേ ഒരു കാര്യത്തിൽ നല്ല ജാഗ്രത ഉണ്ടാകണം, മണ്ണിൽ നിൽക്കണം, വിദ്യാർത്ഥികൾക്കിടയിലേക്ക് പോകണം, ഓരോ വിദ്യാർത്ഥിയുടെയും വിശ്വാസം പോകണം. എസ്എഫ്ഐയുടെ വർത്തമാനകാലത്തിലെ രാഷ്ട്രീയ ഉത്തരവാദിത്വം തലമുറയാണ്, റീൽസിന്റെയും ഒട്ടനവധി മാനസികോല്ലാസങ്ങളുടെയും എല്ലാം നമ്മുടെ എന്റർടൈൻമെന്റ് പുതിയ സാധ്യതകളാണ് ടെക്നോളജി തുറക്കുന്നത്. തീർച്ചയായും ആ വഴികളിൽ നമ്മൾ ഉണ്ടാകണം. പക്ഷേ എല്ലാ ടെക്നോളജിയുടെ സാധ്യതകളും പ്രയോജനപ്പെടുത്തി ഓരോ വിദ്യാർത്ഥിയെയും രാഷ്ട്രീയവൽക്കരിക്കാനുള്ള ഉത്തരവാദിത്വം എസ്എഫ്ഐ ഉയർത്തിപ്പിടിക്കണം. എന്താണ് വർത്തമാനകാലത്തെ എസ്എഫ്ഐയുടെ ഉത്തരവാദിത്വം എന്ന് ചോദിച്ചാൽ, ഓരോ വിദ്യാർത്ഥിയെയും രാഷ്ട്രീയവൽക്കരിക്കുക, രാഷ്ട്രീയായുധം ചെയ്യുക, അവരെ പുരോഗമന പക്ഷമാക്കി നടത്തുക, പുരോഗമന കാര്യങ്ങളാക്കി നടത്തുക. ഓരോ വിദ്യാർത്ഥി, ഒരു ക്ലാസ് മുറിയല്ല, ഓരോ വിദ്യാർത്ഥിയാണ്, ഓരോ വിദ്യാർത്ഥിയെയുമായി പുരോഗമന പക്ഷത്തേക്ക് കൊണ്ടുവരികയും പുരോഗമനകാരിയായ വിദ്യാർത്ഥിയാക്കുകയും ശാസ്ത്രാവബോധമുള്ള വിദ്യാർത്ഥിയാക്കുകയും അങ്ങനെ ചരിത്രവും ശാസ്ത്രവും എല്ലാം സമന്വയിക്കുന്ന ശക്തമായ ഒരു പുരോഗമന ക്യാമ്പസിനെ സൃഷ്ടിച്ചെടുക്കുകയും ചെയ്യുക എന്ന ചരിത്രപരമായ ഉത്തരവാദിത്വമാണ് എസ്എഫ്ഐ നിർവഹിക്കേണ്ടത്. നമ്മളത് ചെയ്തുകൊണ്ടേയിരിക്കുക. മാധ്യമങ്ങളുടെ വിളംബരവും മാധ്യമങ്ങളുടെ പ്രഘോഷണങ്ങളും അവർ ഉണ്ടാക്കുന്ന വിവാദങ്ങളും നമ്മളെ തൊട്ടുനിർത്താതെ ചെയ്യുക.
അവരുടെ തലമുറയിലല്ല, അവരുടെ ലാളനയിലല്ല നമ്മൾ പ്രവർത്തിക്കുന്നത്. പശ്ചിമ ബംഗാളിൽ, കൽക്കത്തയിൽ, ക്രിക്കറ്റ് മൈതാനിയിൽ മാന്ത്രികമായ മഹേന്ദ്രജാലം നമുക്ക് കാണിക്കാനായത് ഒരു മാധ്യമങ്ങളുടെയും സഹായത്താലല്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ്, കമലയിൽ കാണുന്ന ഒരാളെ രാഷ്ട്രീയം പറഞ്ഞ് ആ ഒരാളെ രാഷ്ട്രീയവൽക്കരിച്ച് ഒരു വീട്ടിലെ ഓരോ മനുഷ്യനെയും രാഷ്ട്രീയവൽക്കരിക്കാൻ നേരിട്ട് ആ മനുഷ്യൻ ഹ്യൂമൻ റിലേഷനിൽ നേരിട്ട് ഇറങ്ങിയിട്ട് ആ മനുഷ്യനോട് സംസാരിച്ച് അതിന് മണിക്കൂറുകളോളം കിലോമീറ്ററുകളോളം സഞ്ചരിച്ച് ഒരു വലിയ കെട്ടിടം, ഒരു കൊച്ചുകുട്ടി ഇങ്ങനെ ഒരു പ്രതിമ ഇങ്ങനെ ഉണ്ടാക്കിക്കൊണ്ടിരുമ്പോൾ ചെറിയൊരു കല്ലിൽ കട്ടയെടുത്ത് വെച്ചുണ്ടാക്കുകയാണ്. അങ്ങനെ ഏറ്റവും ഒരു ചെറിയ നീക്കം പോലും എന്റെ ജീവിതത്തിൽ, എന്റെ രാഷ്ട്രീയത്തിൽ, എന്റെ ഒരു പെരുമാറ്റവും എന്റെ ഒരു പ്രവർത്തനവും എന്റെ രാഷ്ട്രീയത്തിൽ വളരെ പ്രധാനമാണെന്ന് ചോദിച്ചത് ഓരോ മനുഷ്യരോടും ഇടപെടുന്നത് മനുഷ്യപക്ഷത്തിന്റെ നല്ല ഇടപെടലുകൾ തുടർച്ചയായി നടത്തി നമുക്കും ഇന്ദ്രജാലങ്ങൾ സൃഷ്ടിക്കാൻ കഴിയണം. അത് കൂടുതൽ ആവേശകരമായ ഒരു അനുഭവമായി മാറണം. വിദ്യാർത്ഥികൾക്കിടയിൽ പ്രവർത്തിക്കണം. എങ്ങനെയാണ് ഈ കോൺഗ്രസിന്റെ കാപാലിക സംഘത്തെ നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത്? നമ്മൾ ഒറ്റപ്പെടുത്തേണ്ടത് ജനങ്ങളെ സംഘടിപ്പിച്ചാണ്. വിദ്യാർത്ഥികളെയാകെ യൂത്ത് കോൺഗ്രസിനെതിരെയും കോൺഗ്രസിനെതിരെയും കേസിനെതിരെയും അണിനിരത്തിക്കൊണ്ടാണ്. അങ്ങനെ അണിനിരത്തിക്കൊണ്ട് വലിയ പോരാട്ടം നമുക്ക് ഏറ്റെടുക്കാൻ കഴിയണം. അങ്ങനെ പോരാട്ടം ഏറ്റെടുക്കാൻ കൂടുതൽ കരുത്തോടെ മുന്നോട്ട് പോകാൻ എന്റെ പ്രിയപ്പെട്ട സഖാക്കൾ കഴിയണമെന്ന് വിനയപൂർവ്വം ഞാൻ അഭ്യർത്ഥിക്കുന്നു. സഖാവ് ധീരജിന്റെ രണ്ടാമത് രക്തസാക്ഷി ദിനം ആവേശപൂർവ്വം അതിൽ അഭിമാനത്തോടെ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന ധീരജിന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ, സഹപാഠികൾ, സഖാക്കൾ മുഴുവൻ സ്നേഹപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഡിവൈഎഫ്ഐക്ക് വേണ്ടി SFI എന്ന ഈ മഹാപ്രസ്ഥാനത്തെ, ഇടുക്കിയിലെ വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ ഹൃദയപൂർവ്വം അഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ രക്തസാക്ഷി ദിനാചരണത്തോടനുബന്ധിച്ച പൊതുയോഗം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തായി അറിയിക്കുന്നു. ഞാൻ വാക്കുകൾ അവസാനിപ്പിക്കുന്നു, നിർത്തുന്നു. നന്ദി, നമസ്കാരം.